ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പത്തിരിക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ റോസ്റ്റാണ് കേട്ടോ. എരുന്ത് കക്ക ഇറച്ചി എന്നൊക്കെയാണ് ഇതിനെ പറയുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. പത്തിരിൻ്റെ ഒപ്പം കഴിക്കാനാണ് ഇതിൽ ഏറ്റവും ടേസ്റ്റ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് എരുന്ത് കിട്ടിയാലൊന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഞാനിവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് വെള്ള എരുന്താണ്. ഞാനിവിടെ 100 രൂപക്ക് വെള്ള എരുന്ത് വാങ്ങിയിട്ട് അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാനിതിൻ്റെ ഉള്ളിൽ പുഴുങ്ങാനായിട്ട് വെച്ചപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒരു മാങ്ങ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊരു കിടിലൻ റെസിപ്പി നമുക്ക് തയ്യാറാക്കാം. ഇപ്പോൾ ഇത് വെച്ചിട്ടൊരു റെസിപ്പിയാണ്. പുഴുങ്ങിയെടുത്ത മാങ്ങ ഞാനിതിൽ നിന്ന് മാറ്റി കൊടുക്കണം കേട്ടോ വേറൊരു ബൗളിലേക്ക്. ഇനി നമ്മുടെ എരുന്തിൻ്റെ തൊണ്ടെല്ലാം പൊളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഊറ്റിയെടുക്കാം. ഈ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ പുതിയൊരു റെസിപ്പി കൂടി തയ്യാറാക്കുന്നത്. കണ്ടില്ലേ, എരുന്തിൻ്റെ തൊലിയെല്ലാം പൊളിഞ്ഞ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അറയിൽ നിന്ന് ആ എരുന്ത് കുഞ്ഞുങ്ങളെയൊക്കെ പുറത്തെടുക്കാം കേട്ടോ. വെള്ളം നമുക്ക് തെളിഞ്ഞ് വരാനായിട്ട് മാറ്റി വെക്കാം. ഈ വെള്ളത്തിൻ്റെ തെളി നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അത് അവിടെ ഇരുന്ന് തെളിഞ്ഞ് വരട്ടെ. നമുക്ക് അടുപ്പിലേക്ക് ഒരു കടായി വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസ് സവാള അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് തവി വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും 1/4 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റുമാണ് ചേർത്ത് കൊടുക്കുന്നത്. കുറച്ച് എരുന്തല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. പച്ചമുളകിന് പകരം ഞാനിതിലേക്ക് ചില്ലി സോസാണ് കേട്ടോ കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നത്. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചില്ലി സോസാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തത്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കണ്ടേ. എരി കുറവുള്ള മുളകും പൊടിയാണ്. 2-3 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. കണ്ടില്ലേ, 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ. ഇനി ഗരം മസാലൻ്റെ പൊടി, കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വേണം ഇതൊന്ന് വഴറ്റി കൊടുക്കാനായിട്ട്. കണ്ടില്ലേ, ചില്ലി സോസ് നല്ല മണമുള്ളൊരു ഐറ്റമാണ് കേട്ടോ. നിങ്ങൾ ഇടയ്ക്ക് പച്ചമുളകിന് പകരം ചില്ലി സോസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ രുചികരമായ ഒന്നാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2 മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ അരിഞ്ഞ് ചേർക്കുന്നത്. തക്കാളിയൊക്കെ നമുക്ക് നല്ല പഴുത്തതായത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വാടി കിട്ടും. ഇനി നമുക്കിതിലേക്ക് എരുന്ത് ക്ലീൻ ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എരുന്ത് നന്നായി കഴുകി അതിനുള്ളിൽ മണലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ, അതിൻ്റെ തരികളും മണ്ണും തരിപ്പൊടികളൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് വേണം നമ്മുടെ ഈ റോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം കേട്ടോ. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് അത്രയൊക്കെ മതി. ഒന്ന് കുറുകി കിട്ടാനായിട്ട്, ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞ് വരാനായിട്ടൊക്കെ ആയിട്ടാണ് ഈ വെള്ളം ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റിന് ശേഷം ഇതിനെ മൂടിയൊക്കെ ഒന്ന് തുറന്ന് നോക്കിയാൽ വെള്ളമൊക്കെ വറ്റി നല്ല ഗ്രേവി പോലെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് അടച്ച് വെക്കണം കേട്ടോ. ഈ മല്ലിയില ഇതിൽ കിടന്നൊന്ന് വാടി നല്ല മണം വരാനായിട്ട് ഒരു 2 സെക്കൻഡ് നേരം ഒന്ന് അടച്ച് വെച്ചാൽ മതി. അങ്ങനെ ഒരു 2 സെക്കൻഡ് കൂടി അടച്ച് വെച്ചിട്ട് പിന്നെ തുറന്ന് നോക്കിയാൽ ഈ മല്ലിയില വാടി തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ വെള്ള എരുന്ത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക രുചിയായിരുന്നു അന്നത്തെ ഒരു ദിവസം തന്നെ. പത്തിരിക്കൊപ്പാണെങ്കിലും പുട്ടിൻ്റെ ഒപ്പമൊക്കെ ആണെങ്കിലും ഇത് കഴിക്കാനായിട്ട് ഇറച്ചിയേക്കാളും ഭയങ്കര ഒരു ടേസ്റ്റ്. അത്രയും ടേസ്റ്റിലാണ് കേട്ടോ എനിക്കിത് കിട്ടിയത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ.
നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി നമുക്ക് അടുത്ത റെസിപ്പിയിലേക്ക് പോകാം കേട്ടോ. ഈ വെള്ള എരുന്തിൻ്റെ വെള്ളമുണ്ടല്ലോ, അതാണ് നമുക്ക് ആവശ്യം. ഈ വെള്ളം ഇവിടെ മാറ്റി വെച്ച് അതിങ്ങനെ ഊറി വന്നിട്ടുണ്ട്. ആ ഊറി വന്നതിലേക്ക് നമ്മൾ എന്താ ചെയ്യാമെന്നറിയോ? ഓക്കെ, ആ മാങ്ങ കുറച്ച് ഉണക്കമുളകും കുറച്ച് ചുവന്നുള്ളിയും കുറച്ച് ഉപ്പും കൂടി മിക്സിയിലിട്ടിട്ട് ഈ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അടിക്കുക, അല്ലെങ്കിൽ ഉടച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്നുകൊണ്ട് കഴിച്ച് നോക്ക്. എൻ്റെ പൊന്നോ, പാത്രം കാലിയാകുന്നത് പോലും അറിയില്ല കേട്ടോ നിങ്ങൾ.